നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഉഗ്രൻ ടേസ്റ്റിലുള്ള ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എങ്ങനെയാണ് ഈ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 3 വഴുതനങ്ങയാണ് കേട്ടോ ഞാൻ ഈ മെഴുക്ക് പുരട്ടിക്കായിട്ട് എടുത്തിരിക്കുന്നത്. 300 ഗ്രാമോളം വെയിറ്റ് വരും. ഇതേപോലത്തെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. മൂന്ന് വഴുതനങ്ങയും ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാളയ്ക്ക് പകരം നമുക്ക് ഈ മെഴുക്ക് പുരട്ടിയിലേക്ക് ചെറിയുള്ളി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ചെറിയുള്ളി ഉപയോഗിക്കുമ്പോൾ. ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി അരിഞ്ഞത് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തത്. വെളുത്തുള്ളി കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെഴുക്ക് പുരട്ടിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കണം. സവാളയെല്ലാം നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. വഴുതനങ്ങ വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വഴുതനങ്ങ മെഴുക്ക് പുരട്ടി അങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കി എടുക്കാനും സാധിക്കും. സൂപ്പർ ടേസ്റ്റുമാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇതേപോലെ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കണേ. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും.